ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് കേരള എന്ന പേപ്പറിൻ്റെ ഭാഗമായ പാഠഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ പേപ്പർ പ്രധാനമായും കേരളത്തിൻ്റെ സമൂഹശാസ്ത്രം, കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരമാധികാരം, ചരിത്രപരമായ അതിൻ്റെ രൂപീകരണം, സമകാലിക പ്രവണതകൾ എന്നിവ മനസ്സിലാക്കാൻ നമ്മെ വളരെയധികം സഹായിക്കുന്നു. സംഘകാലഘട്ടം മുതൽ സമകാലിക കേരള സാഹചര്യങ്ങൾ വരെയുള്ള കേരളത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രത്തെക്കുറിച്ച് ഓർക്കുവാനും മനസ്സിലാക്കുവാനും ഈ ഒരു പേപ്പർ കുട്ടികളെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ എന്തെല്ലാം പരിവർത്തനങ്ങളാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് സമകാലിക കേരള സമൂഹത്തിൽ അവ നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ സമൂഹശാസ്ത്രം നമ്മെ സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1-നാണ്. മുൻപ് തിരുവിതാംകൂറും കൊച്ചിയും മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. ഇപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക പരിഷ്കരണം, സാക്ഷരത എന്നീ മേഖലകളിലുള്ള സമാനതകളില്ലാത്ത വിജയം 1956 ശേഷമുള്ള കാലഘട്ടത്തിലും തുടരുക തന്നെ ചെയ്തു. അത് പരിമിതപ്പെട്ടില്ല. ഈ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ തിരുവിതാംകൂറും കൊച്ചിയും മലബാർ പ്രവിശ്യയും മർമ്മപ്രധാനമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തിരുവിതാംകൂറും അതുപോലെ തന്നെ കൊച്ചിയും ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരും ഈ സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ്. ലൈഫ് ആൻഡ് കൾച്ചർ ഇൻ സംഘം ഏജ്. പ്രാചീന കേരള സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയാണ് നാം ആദ്യം ചെയ്യുന്നത്. സംഘകാലഘട്ടത്തിൻ്റെ ചരിത്രം മുതലാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത്. ക്രിസ്താബ്ദത്തിലെ ആദ്യത്തെ 5 നൂറ്റാണ്ടുകളാണ് സംഘകാലഘട്ടമായി പരിഗണിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിലെ രൂപീകരണ ഘട്ടമായിരുന്നു സംഘകാലഘട്ടം. ഇക്കാലത്ത് കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. സംഘകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികളായിരുന്നു. കേരളത്തിൻ്റെ ദക്ഷിണഭാഗം ആയ രാജവംശവും വടക്ക് ഏഴിമല രാജാക്കന്മാരും ഇതിനിടയിൽ കിടക്കുന്ന ഭാഗങ്ങൾ ചേരന്മാരുമാണ് ഭരിച്ചിരുന്നത്. സംഘം എന്ന പദത്തിൻ്റെ അർത്ഥം അസംബ്ലി അല്ലെങ്കിൽ അക്കാദമി എന്നാണ്. പാണ്ഡ്യരാജാവിൻ്റെ പ്രോത്സാഹനം ഏറ്റുവാങ്ങിയ മധുരയിലെ പണ്ഡിതന്മാരുടെ സഭയാണ് സംഘം. പാണ്ഡ്യരാജാവ് കലയെയും സാഹിത്യത്തെയും ഏറെ സ്നേഹിച്ചിരുന്നു. സംഘം തമിഴ് കവികളുടെ ഒരു സന്നദ്ധ സംഘടനയായിരുന്നു. ഇത് ഒരു വട്ടമേശ സമ്മേളനത്തിന് സമാനമായിരുന്നു. ആധികാരികതയുള്ള കവികൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സാഹിത്യ ചർച്ചകൾ നടത്തുന്ന രീതിയാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ പണ്ഡിതന്മാരുടെ സഭയിലെ അംഗങ്ങളായ കവികൾ ഉയർന്ന നിലവാരമുള്ള സാഹിത്യ രചനകൾ നടത്തി. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് 11 കണക്കും 11 കീഴ്ക്കണക്കും. 100-നും 50-നും BC-ക്കിടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ 11 കണക്കും 11 കീഴ്ക്കണക്കൊക്കെ രചിക്കപ്പെട്ടത് എന്ന് കരുതുന്നു. അതിൽ 11 കണക്ക് 200 BC-ക്കും 100 BC-ക്ക് ഇടയിലും 11 കീഴ്ക്കണക്ക് 100 BC മുതൽ 50 BC വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് രചിക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിഷയങ്ങളുടെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘകൃതികൾ അകംകൃതികളെന്നും പുറംകൃതികളെന്നും 2ആയി തരംതിരിക്കുന്നു. അകംകൃതികളിൽ മനുഷ്യജീവിതത്തെക്കുറിച്ചും അവരുടെ പ്രണയം, വേദനകൾ, വിവിധ തരം ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചും വികാരവിചാരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. പുറംകൃതികൾ വീരാരാധന, ആചാരങ്ങൾ, സാമൂഹിക ജീവിതം, ഇതിഹാസങ്ങൾ, യുദ്ധം, തത്വചിന്ത, മറ്റു മനുഷ്യാവകാശങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. സംഘകാലഘട്ടം എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ട് BC മുതൽ 3-ാം നൂറ്റാണ്ട് AD വരെയാണ്. തമിഴ് പാരമ്പര്യമനുസരിച്ച് പ്രാചീന ദക്ഷിണേന്ത്യയിൽ 3 സംഘങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിനെ മുച്ചംഗം എന്നാണ് വിളിച്ചിരുന്നത്. മധുരൈ ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവ് സംഘത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. സംഘകാലഘട്ടത്തിലെ സുവർണകാലത്ത് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത് മൂവന്തേറായിരുന്നു. ആയന്മാരും ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരുമായിരുന്നു, അല്ലെങ്കിൽ
ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെയാണ് നമ്മൾ മൂവന്തർ എന്ന് വിളിക്കുന്നത്. സംഘകാലഘട്ടത്തെക്കുറിച്ച് അറിയാനുള്ള അറിവിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം സംഘകൃതികൾ തന്നെയാണ്. തമിഴ് മിത്തോളജി 3 സംഘകൃതികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മധുരൈ, കപടപുരം, നെന്മധുരൈ എന്നിവയാണവ. തൊൽക്കാപ്യം ഒഴികെ മറ്റെല്ലാ കൃതികളും 1ഉം 2ഉം സംഘങ്ങൾ രചിച്ചവയാണ്. ഈ കൂട്ടത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കൃതികളും നഷ്ടമായി. 3ാം സംഘത്തിൻ്റെ കാലത്ത് രചിക്കപ്പെട്ട കൃതികൾ മാത്രമേ കാലത്തെ അതിജീവിച്ചുള്ളൂ. തൊൽക്കാപ്യം ഏറ്റവും പ്രാചീനമായ ഒരു തമിഴ് കൃതിയാണ്. അതൊരു പാട്ട് കൃതിയായിരുന്നു. ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതിയും തൊൽക്കാപ്യമാണ്. ഇത് രചിച്ചത് കാപ്പിയാർ ആണ്. 4ാം നൂറ്റാണ്ട് മുതൽ 5ാം നൂറ്റാണ്ട് ഇടയിൽ ആയിട്ടാണ് ഇത് രചിക്കപ്പെട്ടത്. ഈ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതം, മനുഷ്യൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ ഈ കൃതികൾ ഉൾക്കൊള്ളുന്നു. തൊൽക്കാപ്യം തമിഴ് ഗ്രാമർ കൃതിയാണ്. ഇത് തമിഴ് ഭാഷാ വ്യാകരണത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിശിഷ്ടമായ കൃതിയാണ്. സംഘകാലഘട്ടത്തിൽ ചേരന്മാരായിരുന്നു പ്രധാന രാഷ്ട്രീയ ശക്തികൾ. ചേരന്മാർ തങ്ങളുടെ സാമ്രാജ്യം കൂടുതൽ വിസ്തൃതമാക്കി. 1ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് അമൂല്യമായ അറിവ് ലഭിക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സാണ് സംഘകൃതികൾ. സംഘകാലഘട്ടത്തിൽ ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും മക്കത്തായ സമ്പ്രദായമാണ് പിന്തുടർന്നിരുന്നത്. മക്കത്തായ സമ്പ്രദായം അനുസരിച്ചാണ് പിന്തുടർച്ചാവകാശം കണക്കാക്കിയിരുന്നത്. രാജ്ഞിക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. സുവിശേഷമായ അല്ലെങ്കിൽ വിശേഷമായ അവസരങ്ങളിലും മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോഴും രാജ്ഞി രാജാവിൻ്റെ അടുത്ത് തന്നെ ഉപവിഷ്ടയാകും. പ്രധാന റാണിയുടെ ോടുള്ള ബഹുമാന സൂചകമായി പെരുന്തേവി എന്നാണ് വിളിച്ചിരുന്നത്. കവികൾക്കും പണ്ഡിതന്മാർക്കും കൊട്ടാരത്തിലും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം സംഘകാലത്ത് ഉണ്ടായിരുന്നു. രാജാവിൻ്റെ എല്ലാ പിന്തുണയും അവർക്ക് ലഭിച്ചിരുന്നു. രാജാവ് അവർക്ക് ധാരാളം പാരിതോഷികങ്ങളും നൽകിയിരുന്നു. സംഘകാലഘട്ടത്തിലെ ഒരു പ്രധാന സ്ഥാപനമാണ് മണ്ഡ്രം. ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ മണ്ഡ്രം ഉണ്ടായിരുന്നു. മുതിർന്ന അംഗങ്ങൾ ഗ്രാമത്തിൻ്റെ ആലിൻ ചുവട്ടിൽ യോഗം ചേർന്ന് പരാതികൾ തീർപ്പാക്കിയിരുന്നു. മണ്ഡ്രങ്ങൾ ഉത്സവങ്ങൾക്കും വേദിയാകാറുണ്ട്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്തരം സംഘങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് മന്നം എന്നാണ്. സംഘകാലഘട്ടത്തിലെ കേരള സമൂഹത്തിൽ വളരെയധികം സ്ഥിതി സമത്വ അധിഷ്ഠിതമായൊരു മിശ്ര സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. കഠിനമായ ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ വിവിധ സമുദായങ്ങളായി കഠിനമായി തരംതിരിക്കുന്ന രീതിയും ഉണ്ടായിരുന്നില്ല. ജാതി വിവേചനമോ ബഹിഷ്കരണമോ സമൂഹത്തിൽ കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ കാണപ്പെട്ടിരുന്നില്ല. ജനങ്ങൾ കൂടുതൽ സാമൂഹിക സ്വാതന്ത്ര്യവും സമത്വവും ആസ്വദിച്ചിരുന്നു. അയിത്തമോ മറ്റു സാമൂഹിക തിന്മകളോ സംഘകാല കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ചാതുർവർണ്ണ സമ്പ്രദായം ശരിയായ രൂപം പ്രാപിച്ചിരുന്നില്ല. സമൂഹത്തിൽ എല്ലായിടത്തും തൊഴിലിൻ്റെ മഹത്വം അംഗീകരിക്കപ്പെട്ടിരുന്നു. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ താഴ്ന്ന സാമൂഹിക പദവിയുള്ള വ്യക്തികളായി ആരെയും കണക്കാക്കിയിരുന്നില്ല. അങ്ങനെ ആരെയും വേർതിരിച്ച് കണ്ടിരുന്നില്ല. പാണന്മാരും കുറവന്മാരും പറയന്മാരും വേടന്മാരും മുക്കുവരും സമൂഹത്തിൽ ഉയർന്ന മതിപ്പ്, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഉയർന്ന മതിപ്പിന് പാത്രമായിരുന്നു. വിദ്യാഭ്യാസത്തിനുള്ള പൂർണ്ണ അവകാശം അവർ അനുഭവിച്ചിരുന്നു. സംഘകാല കവികളായിരുന്ന കപിലരും ഭരണരും പാണൻ സമുദായത്തിൽപ്പെട്ടവർ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. സംഘകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സാമൂഹിക പദവി ഉണ്ടായിരുന്നു. അവർ പൂർണ്ണമായ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്നു. സാമൂഹിക ജീവിതത്തിൻ്റെ സമഗ്ര മണ്ഡലങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും അവർ സ്വതന്ത്രമായ പങ്കാളികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.